ഒരുപാട് വീഡിയോകൾ നിങ്ങൾ തട്ടി മാറ്റി പോകുന്നില്ലേ? പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടാ. ഈ ഉസ്താദ് സ്വന്തം ജോലി ചെയ്തിട്ട് ആ പള്ളിയിലത്തെ അവിടെ നിന്ന് വിട വാങ്ങി പോകുമ്പോൾ പറയുന്ന ഓരോരോ വാക്കുകളുണ്ടല്ലോ, അത് നമ്മളുടെ ഓരോരാളി നെഞ്ചിലേക്കാണ് കുത്തുന്നുള്ളത്. ഉസ്താദന്മാർ വന്നിട്ട് ഞാനെന്നും കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ആ ഉസ്താദിൻ്റെ വാക്കുകൾ കേൾക്കുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സത്യം എന്താണെന്ന് അറിയില്ല. ഇവരൊക്കെ ഞാൻ പോകുമ്പോൾ ഇതിന് വേറെ രൂപത്തിൽ പലതും പറയും. ഇപ്പൊ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്റെ പോക്കറ്റ് നിറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഒരു വർഷമായിട്ട് എന്റെ വീടിന് ഞാനൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തില് തീർ നടത്താൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ തീർ നടക്കാതിരിക്കുക ഇവിടെ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ആശിമാജി മണവാട്ടി അടക്കം, കുനിയൻ അൻസാരി അടക്കം, ഷിജാസ് അടക്കം ഒരുപാട് ആൾക്കാർ ഒരാളോടെങ്കിലും ഈ വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ചോദിക്കണം. അങ്ങനെ സാമ്പത്തികമായ ആരോപണം വരെ ഉന്നയിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ കരിവാരി വെച്ചുകൊണ്ട് പറഞ്ഞയക്കുമ്പോൾ ഇനിയൊരു ഉസ്താദ് ഈ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഉസ്താദിനെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് മറ്റു മാനുകളൊന്നും ജോലി കിട്ടിയെന്ന് വരില്ല, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ദീനിയായ കാര്യങ്ങൾ പിടിച്ചവരാണ്, ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ദീനനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവർത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ട് തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ഉസ്താദിന്റെ വാക്കുകൾ കേട്ടില്ലേ? ഈ വാക്കുകളില്ല, നമ്മളുടെ ഓരോരാളി നെഞ്ചത്തേക്കാണ് കുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഉസ്താദന്മാർ വരുന്നുണ്ട് അന്യ ജില്ലകളിൽ നിന്ന്. അവർ വന്നിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാണെങ്കിലും ഇവർക്ക് എത്രയാണ് ശമ്പളമുള്ളത്? ചെറിയ ശമ്പളമാണുള്ളത്. ഇവർ വന്നു കഴിഞ്ഞ ശേഷം നാട്ടിൽ ഒരു നാട്ടിലത്തെ ഒരു അംഗമായിട്ടാണ് അവർ മാറുന്നുള്ളത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നെല്ലാം ഓരോരോ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് അവർ വളർത്തുന്നുണ്ട്. എന്നിട്ട് ഉസ്താദന്മാർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ചെറിയ ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദന്മാരെ കരിവാരി തേക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, ഇല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ നാട്ടിലത്തെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ നാട്ടിലത്തെ ഉസ്താദന്മാർ എങ്ങനെയാണ് ചില ആളുകൾ ആ ഉസ്താദന്മാരോട് പെരുമാറുന്നുണ്ടെന്ന് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉസ്താദന്മാരെ ഭയങ്കരം പറയാനും വേണ്ടിയിട്ട് ഈ പറയാനും നിൽക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. അവർ കുടുംബത്തെ വിട്ട്, അവരെ ഭാര്യ മക്കളുമെല്ലാം വിട്ട് വന്നിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് ചെറിയൊരു ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നുള്ളത്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. എല്ലാ വീട്ടിൽ നിന്നും നല്ല ഭക്ഷണം കൊടുക്കുമോ? ഇല്ല. ചില ആളുകൾ കൊടുക്കുന്ന ഭക്ഷണമെല്ലാം കാണുമ്പോൾ ഇല്ലേ സങ്കടം തോന്നിപ്പോകുന്നു. കാരണം വെച്ചാൽ അവരുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നുള്ളത്. എന്നിട്ടും ഉസ്താദന്മാർ സഹിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനും വേണ്ടിയിട്ട് നിന്ന് നല്ല പഠിച്ച ദീനീ ബോധം, ദീൻ വളർത്താനും വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ നമ്മളെ മക്കളെ നല്ല രീതിയിൽ നടത്താനും വേണ്ടിയിട്ട് ആ ഉസ്താദന്മാരെ ഈ ഉസ്താദ് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, എത്രത്തോളം സങ്കടമായി പോകുന്നറിയോ? ആ കേൾക്കുമ്പോൾ തന്നെ ഉസ്താദന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് ഈ 5000 രൂപക്കും 10,000 രൂപക്കും വന്നിട്ട് 10,000 രൂപ ഈ ശമ്പളം കിട്ടിയിട്ട് അവർക്ക് എവിടത്തേക്ക് എത്തുന്നുണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കും. ചില ഉസ്താദന്മാർ വാടക ക്വാർട്ടേഴ്സിലായിരിക്കും താമസിക്കുന്നുള്ളത്. ഈ വാടക താമസിക്കുമ്പോൾ 5000 രൂപയും 6000 രൂപയും അവരെ വാടക കൊടുക്കണം, അവരെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് ചിലവ് കഴിയണം. എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതേ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു പിരിവിൻ്റെ കാര്യത്തിന് വന്നിട്ട് അതിന് മുന്നിൽ നിൽക്കും ആരും ഉസ്താദന്മാർ. ആ കാര്യം ശരിയാക്കി കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് മുമ്പിൽ നിൽക്കുന്നതാരെ? ഉസ്താദന്മാരാണ്. ഉസ്താദന്മാർ മൈക്കിൽ വിളിച്ച് പറയും, ഇന്നാൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനും ചെയ്യുന്നുള്ളത് ഉസ്താദന്മാരാണ്. പക്ഷേ ഉസ്താദന്മാരെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരും മുന്നിട്ടിട്ട് നിന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നാട്ടിൽ തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ വല്ല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിരിവ് നടത്തുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ ഉസ്താദന്മാരെ നമ്മൾ കെയർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? ആ ഉസ്താദന്മാർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ നാട്ടിലത്തെ
ഉസ്താദന്മാർക്ക് എത്രയാണ് ശമ്പളം ഉള്ളത്? കൂടിപ്പോയെങ്കിൽ 15,000 റുപ്യ ഉണ്ടാവും ഖത്തീബിനാട്ടം. മറ്റുള്ള ഉസ്താദന്മാർ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദം, കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദിന് എത്ര ഉള്ളത്? 5, 8 ഇങ്ങനെയുള്ള അല്ലേ ഉള്ളത്. സോറി. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ ഉസ്താദന്മാരെ. കാരണം വെച്ചാൽ അവർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഉസ്താദന്മാരാണ്. ആ ഉസ്താദന്മാരെ നമ്മൾ ഒരിക്കലും ഇതാക്കാൻ പാടില്ല. ഇപ്പോൾ നോക്ക്, നമ്മുടെ ചില മഹലിലെ ഉസ്താദന്മാർ ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞ പോലെ അവരുടെ വിഷമവും അവരുടെ കാര്യങ്ങളും ആരോടും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് സഹായിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു കണ്ടിട്ട് ഇന്നാൾ സഹായിക്കുന്നുണ്ടെന്നറിയാം, ഇന്നാൾ ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷെ ആരോടും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറഞ്ഞ ആ വാക്ക് മൂപ്പരുടെ വീടിൻ്റെ പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതായിട്ട് പോയി. നമ്മൾ കാര്യമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ ഉസ്താദന്മാരെ. ആ ഉസ്താദിന് വീടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നെല്ലാം ചിന്തിച്ച് നോക്കിയിട്ട് അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. ഈ 10,000 രൂപ ശമ്പളം വാങ്ങിയിട്ട് പിന്നെ വേറൊന്നും മനസ്സിലാക്കേണ്ട, മാസത്തിൽ ലീവ് കിട്ടുമ്പോൾ അവർക്ക് പോകാനുള്ള ചിലവിലില്ല, ബസ്സിന് ചിലവില്ലേ, പിന്നെ പോകുമ്പോൾ മക്കൾക്ക് വാങ്ങിക്കണം സാധനങ്ങളെല്ലാം. ജസ്റ്റ് ഒരു മുട്ടായെങ്കും വാങ്ങിക്കണ്ടേ? ഈ 10,000 രൂപ കിട്ടുന്നില്ലാന്ന് ഉസ്താദന്മാർ ചെയ്യുന്നുള്ളത്. അപ്പോൾ പറയും ഉസ്താദന്മാർ ഈ ജോലിയിൽ ബർക്കത്തുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ ഉസ്താദിന് ബർക്കത്തുണ്ടാന്ന്. പക്ഷേ ഈ ഉസ്താദന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആത്മാർത്ഥതയോടു കൂടി അവർ ജോലി ചെയ്തിട്ട് ചെറിയ ഒരു തെറ്റ് കാണുമ്പോൾ അവർ ഈ പറഞ്ഞയക്കുന്ന രീതി ഉണ്ടല്ലോ, അത് ഒരിക്കലും ഏതൊരു മഹലിലും ഏതൊരു ജമാഅത്തിലും ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഏതൊരു ഉസ്താദും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആത്മാർത്ഥതയോടു കൂടി ജോലി ചെയ്ത് ലാസ്റ്റ് പോകുമ്പോൾ കണ്ണീരുമായിട്ട് പോകുന്ന ഇതുണ്ടല്ലോ, അത് സത്യത്തിനും ആ ഉസ്താദന്മാരുടെ ഒരു തുള്ളി കണ്ണീർ ഉറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ആ ജമാഅത്തിലേക്ക് ബാധിക്കും. അത് മനസ്സിലാക്കണം. നമ്മളെ ഇങ്ങനെ ഇതാക്കിയിട്ട് നാട്ടുകാരും മറ്റെല്ലാവരും നമ്മളെ സഹായിക്കുന്ന ആ സഹായത്തിലേക്ക് നമ്മുടെ ഉസ്താദന്മാർക്ക് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഉസ്താദിനെ പോലെ ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന് എത്ര സന്തോഷമാകും. അവരുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നില്ല നമ്മളെ. അതേപോലെ തന്നെ നമ്മൾ മുമ്പത്തെ വാഴ് പരിപാടിയിലെല്ലാം കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോയിട്ട് ക്ഷണിക്കേണ്ടത് ആരെയെന്നറിയോ? നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്കറിനെയാണ്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഉസ്താദന്മാർ 5,000 10,000 രൂപക്കും ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് എന്നിട്ടും ഒരു ചെറിയൊരു തെറ്റ് കാണുമ്പോൾ ആ ഉസ്താദന്മാരെ കുറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടല്ലോ, നിങ്ങൾ നിർത്തൂ എൻ്റെ സഹോദരന്മാരെ. നമ്മൾക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്ക്. നമ്മൾ സ്നേഹിച്ച് ആ ഉസ്താദന്മാരെ കഴിയുന്ന സഹായം ചെയ്ത് നിങ്ങൾ നോക്കുക. അവർ താമസിക്കുന്ന റൂം പള്ളിയിൽ ചെറിയൊരു റൂമായിരിക്കാം അല്ലേ? എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഉസ്താദന്മാർ. എന്നിട്ടും ആ ഉസ്താദന്മാരെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകട്ടെ എന്നിട്ട് നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം.